അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും വലിയ വലിയ പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും നദികളും ചാലിട്ടൊഴുകുന്നൊരു കാലം വരാതെ ലോകാവസാനം സംഭവിക്കും. അതിപ്പോൾ സംഭവിച്ചു. അപ്പൊ ഇനി ലോകാവസാനത്തിന് തടസ്സമില്ല. ഒരു 50 കൊല്ലം മുമ്പ് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാളോട് ഖിയാമത്ത് നാളായി പറഞ്ഞ അയാൾ എന്താ പറയാ? ആയിട്ടില്ല. എന്തുകൊണ്ട്? പറ. ഇവിടെയൊക്കെ തോട്ടങ്ങൾ വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹി എന്ന് പറഞ്ഞ തോന്നിയത് പറയാത്ത ആളല്ലേ ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. വഹീ മാത്രം സംസാരിച്ച ആളല്ലേ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 50 കൊല്ലം മുമ്പ് ഒരു ഒട്ടപ്പുറത്തോ കാറിലോ മറ്റോ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരാളോട് ലോകാവസാനമായി എന്ന് പറഞ്ഞാൽ അയാൾ പറയും ലോകാവസാനം ആയിട്ടില്ല. എന്തുകൊണ്ട്? ലോകാവസാനം ആകണമെങ്കിൽ അറേബ്യൻ മരുഭൂമി എന്താകണം? പൂന്തോട്ടങ്ങളായി മാറും. ഇന്ന് പൂന്തോട്ടങ്ങളായി മാറി. എന്ത് ലോകത്തെ ഏറ്റവും വലിയ ഭൂമി കുലുക്കുണ്ടോ? എവിടെ ഉണ്ടാകുക? അറേബ്യയിൽ. എഴുതിച്ചു. അതടുത്ത് സംഭവിക്കും. മാനവ ചരിത്രം ഇന്ന് വരെ കണ്ടതിലെ ഏറ്റവും വലിയ ഭൂമി കുലുക്കം പശ്ചിമേഷ്യയിലാണ് സംഭവിക്കാൻ പോകുന്നത്. മാനവകുലത്ത് കണ്ട ഏറ്റവും വലിയ ഭൂമി കുലുക്കം ഉണ്ടോ? അതിനെ തടഞ്ഞു നിർത്താൻ ഒന്നിനും കഴിയില്ല. അത്രയും വലിയ ഭൂമി കുലുക്കം അറബ് നാട്ടിലുണ്ടാവും. മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂമി കുലുക്കം അറേബ്യയിലായിരിക്കും. അതടുത്ത് സംഭവിക്കുകയും ചെയ്യും. ഒരു തിന്മ വിജയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാരണം? നന്മ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ബലക്കുറവ്. അപ്പോഴേ തിന്മ വിജയിക്കും. ഒരിക്കലും ഈ കാലഘട്ടത്തിൽ തിന്മ വിജയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കാരണം? കാരണം നന്മയുടെ ബലക്ഷയാണ്. അല്ലെങ്കിൽ തിന്മ വിജയിക്കൂല. ലക്ഷക്കണക്കായ പട്ടാളക്കാരുടെ നടുവിലേക്കാണ് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച ശരീഅത്തുകൾ മുഴുവനും അങ്ങനെയാണ്. ഒരു ശരീഅത്ത് പടയച്ച ഒരു ശരീഅത്ത് മൂത്തയിലാണ്. മൂത്തയിൽ 2 ലക്ഷം പട്ടാളക്കാരുടെ അടുത്തേക്കാണ് 3000 ആളുകളെ സെയ്ദ് ബിൻ ഹാരിസയുടെ നേതൃത്വത്തിൽ അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്നിട്ട് ഈ 3000 ജയിക്കുകയും 2 ലക്ഷം തോൽക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾ അതാലോചിക്കും. പിന്നീട് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസയുടെ മകനായ 14 വയസ്സുകാരനായ ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റോമക്കാരുടെ പടയെ തകർക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോഴും കൂടെയുള്ളത് 3000 ആളുകളാണ്. റോമക്കാരെന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി റോമക്കാരാണ്. എന്നിട്ട് അവരെ തകർത്തു. അവരെ നാടിനെ പിടിച്ചടക്കി. അവരെ നാടിനെ തിരിച്ചു പിടിച്ചു. അതൊക്കെ ചെയ്തു. എന്താ കാരണം? കാരണം ഹക്കിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബലാണ്, കരുത്താണ്. ഇന്ന് ഹക്ക് പരാജയപ്പെടുത്തപ്പെടുകയും ബാത്തിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താ കാരണം? കാരണം ഹക്കിൻ്റെ പക്ഷത്ത് വന്ന ദുർബലതയാണ്. 1, 2 ഹക്കിൻ്റെ ആളുകൾക്ക് ഹക്കില്ലാത്തത് കൊണ്ടാണ്. 3 ഹക്കിനെ അല്ലാഹു തആല വിജയിപ്പിക്കും എന്ന ഉറപ്പ് ഹക്കിൻ്റെ അഹ്ലുകാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഖദ് സഹസഹ അല്ലാഹു കൈദഹു, ചതികളെ മുഴുവനും അല്ലാഹു തആല തകർത്ത് ദൂരെ എറിയും. ഫാഇൽ അല്ലാഹുവാണ്. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുവാണ്, നമ്മളല്ല. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവാണ് ചെയ്യുന്നത്. അല്ലാഹുവിൻ്റെ പേരെന്നെ ഹക്ക് എന്നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, എനിക്ക് ശേഷം ഞാൻ മരണപ്പെട്ടു പോകും. എനിക്ക് ശേഷം ഒരു സംഘം ആളുകൾ യുദ്ധത്തിന് പോകും. എന്നിട്ട് അവർ തോൽവിയുടെ വക്കിൻ്റെ അടുത്തെത്തിപ്പോവും. അപ്പോൾ വിളിച്ചു പറയപ്പെടും, ഹൽ ഫീകും മൻ സാഹബ റസൂലല്ലാഹ്, റസൂലുള്ളാഹിനോട് സഹവസിച്ച സഹാബികൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഫയുഖാലു നഅം, അതേ ഒരാളുണ്ട് എന്ന് മറുപടി കിട്ടും. അപ്പോൾ അയാളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തപ്പെടും. ഫയുഫ്തഹു ലഹും ബിഹി, ഈ ഒരു സഹാബിയുള്ള കാരണത്താൽ തോൽവിയുടെ വക്കിലെത്തിയ സൈന്യം ജയിക്കും. എന്തുകൊണ്ട്? എന്താ കാരണം? സഹാബിയുടെ കയ്യിൽ എന്തുണ്ടാവും? ഹക്കുണ്ടാവും, ബാത്തിലുണ്ടാവില്ല. അസ്സഹാബി കുല്ലുഹും അദൂൽ, എൻ്റെ സഹാബികളെല്ലാം നീതിമാന്മാരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഏറ്റ പരാജയത്തിൻ്റെ മുഴുവൻ കാരണം എന്താ? മുസ്ലിമീങ്ങളെ കയ്യിൽ ഹക്കില്ലാതെ പോയതാണ്. അതാണ് കാരണം. ചിന്തിക്ക്. ഫഹുവസബത്തുൻ, അവൻ നൊരയാണ്. നമുക്ക് ഹക്കുണ്ട് എങ്കിൽ ഇത്തരം ആളുകളൊക്കെ നൊരകൾ മാത്രമാണ്, നീർക്കുമിളകൾ മാത്രമാണ്. അത് കണ്ണഞ്ചുന്ന സൗന്ദര്യമായി കുറച്ചു നേരം പ്രദർശിപ്പിക്കാൻ കഴിയും. എങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ അത് പൊട്ടിയെടുക്കും, നിലനിൽക്കില്ല. പിന്നെ അടയാളം പോലും ഉണ്ടാവില്ല. ഒരു തീ കത്തിച്ചാൽ ഒരു വെണ്ണീർ അടയാളമായി ബാക്കിയുണ്ടാവും. നീർക്കുമിള പൊട്ടിയാൽ എന്താ ഉണ്ടാവുക?
മുസൈലിമക്ക് ഇന്ന് എന്ത് അടയാള ലോകത്തുള്ളത്? അത്തരം ചതികളെല്ലാം അല്ലാഹു തആല തകർക്കും. അതേ സമയമോ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നതെല്ലാം ശേഷിക്കും. തർത്തഖി മുകളിലേക്ക് കയറുന്ന നിലയിൽ കയറിയാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമുള്ള ഒരു കാര്യം ഇന്ന് കോടാനക്കോടി ജനങ്ങൾ സ്വീകരിച്ചു. ഒരു നബിയും സിദ്ദീഖും റളിയല്ലാഹു അൻഹു, ഒരു ഖദീജ ബീവിയും, ഒരു സയ്യിദ് ഇബ്നു ഹാരിസയും മാത്രമേ ഉണ്ടായിരുന്നു. ഒരു അലി ഇബ്നു അബി ത്വാലിബ് ആകെ ഇതിലുണ്ടായിരുന്നത് 4 ആളാണ്. ഒന്ന് സയ്യിദത്തുന ഖദീജ, പിന്നെ ഹബീബായ നബിയുടെ കൂട്ടുകാരൻ സയ്യിദുനാ സിദ്ദീഖ്, വളർത്തുമകൻ സയ്യിദുനാ ഹാരിസ, സയ്യിദ് ഇബ്നു ഹാരിസ, പിന്നെ ഹബീബായ റസൂലുള്ളാഹിന്റെ സഹോദരനായ അലി ഇബ്നു അബി ത്വാലിബ്. 4 മനുഷ്യന്മാർ ഇതിലുണ്ടായിരുന്നു. 4 ആൾ, 5ാമത്തെ ഒരാളില്ല. റസൂലുള്ളാഹിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച 4 ആളാണ്. 1 ഖദീജ ബീവി, 2 സിദ്ദീഖുൽ അക്ബർ, 3 സയ്യിദ് ഇബ്നു ഹാരിസ, 4 അലി ഇബ്നു അബി ത്വാലിബ്. ഈ 4 ആളും നബിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുമാണ്. 4 ഇന്ന് 4 കോടിയും 40 കോടിയും അല്ല. എത്രയാണ് 100 കോടി ജനങ്ങളാ ഒരു അഭിപ്രായം അതിൻ്റെ മുകളിലുണ്ടാകുക. എത്ര രാജ്യങ്ങളാണ് ഇസ്ലാമിയത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ? ആരേ ഉണ്ടായിട്ടുള്ളൂ 4 ആള്. ഒന്ന് മലയിറങ്ങി വന്നപ്പോൾ വിശ്വസിച്ച ഖദീജ ബീവി, പിന്നെ കൂട്ടുകാരനായതുകൊണ്ട് വിശ്വസിച്ച സയ്യിദുനാ സിദ്ദീഖ്, ഹബീബായ നബിയുടെ സത്യസന്ധത നേരിട്ട് മനസ്സിലാക്കിയ സയ്യിദുനാ സിദ്ദീഖ്, പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അടിമയായി വന്നിട്ട് സ്വന്തം ബാപ്പയും അമ്മാവനും തിരിച്ചു വിളിക്കാൻ വന്നിട്ട് പോലും അമ്മാവൻ്റെയും ബാപ്പാടെയും കൂടെ പോകാതെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ അടിമക്കുട്ടിയായി നിൽക്കുകയും പിന്നെ റസൂലുള്ളാഹി വളർത്തുമകനാക്കുകയും ചെയ്ത സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസ, 3ാമത്തെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പാർക്കുകയും റസൂലുള്ളാഹിന്റെ സഹോദരനാവുകയും ചെയ്ത എളാപ്പാന്റെ പുത്രനായ അലി ഇബ്നു അബി ത്വാലിബ്. 4 ആള്, 5ാമത്തെ ഒരാളില്ല. മനസ്സിലായില്ലേ? മുസൈലിമക്ക് 1ാം ഘട്ടത്തിൽ 20,000 പട്ടാളുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ എവിടെ? അല്ല, അവന് ഉണ്ടായിരുന്നത് ഇന്നത്തെ റിയാദിൽ വാദി ഹനീഫ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു അവരുടെ കേന്ദ്രം. അതേ മാമയാണ്. അടിസ്ഥാനപരമായി റിയാദിന് പിന്നീട് റിയാദ് എന്ന പേര് അവർ AD 19ാം നൂറ്റാണ്ടിൽ അവരിട്ട പേരാണ് റിയാദ്. കൃത്യമായി പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിലല്ല, അബ്ദുൽ അസീസിൻ്റെ വരവിന് ശേഷം. അബ്ദുൽ അസീസ് വരുന്നത് 902 പിന്നെ ലാസ്റ്റ് വരവ്. ആദ്യത്തെ വരവ് 803 1803. പിന്നെ തുർക്കി പട്ടാളം അവരെ പിടിച്ച് ശിക്ഷിച്ചു 1813. പിന്നെ കുറച്ചു കാലം അവർ വന്നില്ല. വളരെ ദുർബലരായ ആളുകൾ അങ്ങനെ ദർഇയയിൽ കഴിഞ്ഞുകൂടി. പിന്നെ അവർ 2ാമത്തെ വരവ് വരുന്നത് AD 1902. പിന്നെ 1914 അറബ് റിവോൾട്ട് വന്നു. അറബ് റിവോൾട്ടിൽ അവർ കയറി. 1924 അവർ ജിദ്ദയുടെയും മക്കയുടെയും അധികാരം പിടിച്ചടക്കി. 1924. 1932 അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ എന്ന രാജ്യം നിലവിൽ വന്നു. 1932. അതാണ് അവർ ചിത്രം. അപ്പം ഈ സമയത്ത് 902 ശേഷം അവരിട്ട പേരാണ് റിയാദ്. അതിൻ്റെ പേര് ദിർഇയ എന്നാണ്. ദിർഇയയിലേക്ക് അവരെ ഓടിച്ചു. മുഹമ്മദ് അലി പാഷ മരിക്കുന്നത് 1848 അല്ലെങ്കിൽ 49 മുഹമ്മദ് അലി പാഷ. 49 തന്നെ എൻ്റെ ഓർമ്മ. 1849 മുഹമ്മദ് അലി പാഷ മരിച്ചു. മുഹമ്മദ് അലി പാഷയാണ് അവരെ ഓടിച്ചത്. എന്നാൽ ഓടിച്ചത് മുഹമ്മദ് അലി പാഷ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാകുന്നത് 803 നെപ്പോളിയൻ്റെ പട്ടാളത്തെ ഓടിക്കാൻ വേണ്ടി തുർക്കികൾ നിശ്ചയിച്ചതാണ്. മുഹമ്മദ് അലി പാഷയെ ഈജിപ്തിലേക്ക് AD 1803 വന്നു. നെപ്പോളിയൻ്റെ അധിനിവേശം AD 1799 AD.
1799 നെപ്പോളിയൻ ഈജിപ്ത് പിടിച്ചെടുക്കുന്നത്. പിന്നെ 1800 ഫ്രാൻസിൽ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ തൻ്റെ സൈന്യാധിപനെ ഇവിടെ നിർത്തിയിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് മടങ്ങി. അതിനുശേഷം 1803 തുർക്കികൾ മുഹമ്മദ് അലി പാഷയെ പറഞ്ഞയച്ചു. മുഹമ്മദ് അലി പാഷ സെൻട്രൽ ഏഷ്യക്കാരനായ ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ്. വിവരം കുറവാണ്, പക്ഷേ ഭയങ്കര ധൈര്യശാലിയാണ്, സൈന്യാധിപനാണ്, ഒരു മുടന്തന. ലോക ചരിത്രത്തിൽ വലിയ ഈ മുടന്തന്മാരൊക്കെ വലിയ ചരിത്രം ഉണ്ടാക്കിയവരാണ്. തൈമൂർ മുടന്തന, അതേപോലെ തന്നെയാണ് മുഹമ്മദ് അലി പാഷ മുടന്തന. 1803 മുഹമ്മദ് അലി പാഷ ഈജിപ്തിൽ വരുന്നത്. 1805 ശേഷം മുഹമ്മദ് അലി പാഷ എന്ത് ചെയ്തു? 1808 മുഹമ്മദ് അലി പാഷ യംബോയിലേക്ക് കയറി. 1803 ദറഇയ പട്ടാളക്കാർ മക്കയും മദീനയും പിടിച്ചടക്കി. 1803 രണ്ടും ഒരേ സമയത്താണ്. മുഹമ്മദ് അലി പാഷയെ നെപ്പോളിയൻ്റെ പട്ടാളത്തെ ഓടിക്കാൻ വേണ്ടി തുർക്കികൾ അയക്കുന്നത് 1803 ദറഇയയിൽ നിന്ന് വന്ന് ഈ വിഭാഗം മക്കയും മദീനയും പിടിച്ചടക്കുന്നതും 1803. പിന്നെ 1808 മുഹമ്മദ് അലി പാഷ മദീനയുടെ ഇപ്പുറത്ത് ഉള്ള പട്ടണമായ യംബോയിലേക്ക് കയറി. യംബോയിൽ നിന്ന് അവരെ തുരത്തി. 1809 മദീനയിൽ നിന്ന് തുരത്തി. 1810, 11, 12, 13 ആയപ്പോഴത്തിന് അവരുടെ രാജാവിനെ പൂർണ്ണമായി പിടികൂടി തുർക്കിയിലേക്ക് അയച്ചു. അയാളെ ശിക്ഷിച്ചു, കൊലപ്പെടുത്തി. ആ പട്ടാളം ദറഇയയിലേക്ക് തിരിച്ചുപോയി. 1813 ആയപ്പോഴത്തിന് 1809 തന്നെ എന്തായി? 1809 എന്താ പറയുക, മുഹമ്മദ് അലി പാഷ ഈജിപ്തിൻ്റെ സ്വയം ഭരണാധികാരിയായി. 1808 വാട്ടർലൂ യുദ്ധം, ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്പ് നെപ്പോളിയനെ പരാജയപ്പെടുത്തി. 1808 നെപ്പോളിയനെ സെന്റ് ഹെലനാസ് ദ്വീപിലേക്ക് നാടുകടത്തി. 1820 വരെ സെന്റ് ഹെലനാസ് ദ്വീപിൽ തൻ്റെ സൈന്യാധിപനോടുകൂടെ ഒറ്റക്ക് 12 കൊല്ലം പാർപ്പിച്ചു ബ്രിട്ടൻ. അതിനിടയിൽ ഈജിപ്തിലേക്ക് പടനയിച്ച കാരണത്താലുണ്ടായ മാനസിക പരിവർത്തനം കൊണ്ട് നെപ്പോളിയൻ മുസ്ലിമായി. നെപ്പോളിയൻ മരിക്കുമ്പോൾ നെപ്പോളിയൻ്റെ പേര് അലി ബോണപ്പാർട്ട് എന്നാണ്. മുസ്ലിമായി മരിച്ചു. നെപ്പോളിയൻ മരിക്കും മുസ്ലിം. നെപ്പോളിയൻ്റെ പേര് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നല്ല, മരിക്കുമ്പോൾ അലി ബോണപ്പാർട്ട് എന്നാണ് മരിക്കുന്നത്. ഇതൊക്കെയാണ് ചരിത്രം. ആധുനിക ഈജിപ്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി പാഷ. മുഹമ്മദ് അലി പാഷ ഭയങ്കര കരുത്തുള്ള ആളായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ശല്യവും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ സുഖലോലുപരായി. സൂയസ് കനാലിന് വേണ്ടി അദ്ദേഹം ആദ്യമായി എല്ലാവിധ എൻജിനീയറിങ്ങും ചെയ്യുന്നത് മുഹമ്മദ് അലി പാഷ അല്ല, അതേ മുഹമ്മദ് അലി പാഷയാണ്. പിന്നീട് AD 1859 മുതൽ 1869 വരെയുള്ള 10 കൊല്ലം കൊണ്ടാണ് സൂയസ് കനാൽ ഉണ്ടാക്കിയത്. 1859 മുതൽ 1869 വരെയുള്ള 10 വർഷം. അതിനു വേണ്ടി ഈജിപ്തിൻ്റെ മൊത്തം പണവും സമ്പത്തും മുഴുവനും സൂയസ് കനാലിന് വേണ്ടി ചെലവാക്കി. 1869 സൂയസ് കനാൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈജിപ്ത് സാമ്പത്തികമായി തകർന്നു. 1871 സൂയസ് കനാൽ വാടക കൊടുത്തു ഈജിപ്ത് ബ്രിട്ടന്. പിന്നെ ബ്രിട്ടൻ പൈസ കൊടുത്തു, വാടക, ലീസ്. അതുകൊണ്ടാണ് പിന്നെ എക്കണോമി നേരെയാക്കുന്നത് ഈജിപ്തിൻ്റെ. പിന്നെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് ബ്രിട്ടനാണ്. സൂയസ് കനാൽ ഒരു ദിവസം $3 കോടി ഒരു ദിവസത്തെ വരുമാനം പെർ ഡേ. എന്തിൻ്റെ? സൂയസ് കനാലിൻ്റെ. എന്താ സൂയസ് കനാലിൻ്റെ പ്രത്യേകത? അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചരക്കുകൾ യൂറോപ്പിലേക്കും യൂറോപ്പിലെ ചരക്കുകൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ ഇതിനേക്കാൾ വലിയൊരു വഴിയില്ല. പഴയ കാലത്ത് അതെന്താ ചെയ്തിരുന്നതെന്നാൽ നേരെ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഇറക്കിയിട്ട്
മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഇറക്കിയ ചരക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മെഡിറ്ററേനിയനിലേക്ക് നിന്ന് നേരെ എന്ത് ചെയ്യും? അറ്റ്ലാന്റിക്കിൽ കയറ്റും. അറ്റ്ലാന്റിക്കിൽ കയറ്റിയിട്ട് നേരെ ഇന്ത്യൻ മഹാസമുദ്രം വഴി ചുറ്റി ചിലപ്പോൾ 6 മാസം 8 മാസം ചിലപ്പോൾ 1 വർഷം കപ്പലോടിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ചൈനയിലേക്ക്, മനസ്സിലായില്ലേ, ഇന്ത്യയിലേക്ക്, ചൈനയിലേക്ക്, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കയിലേക്കൊക്കെ എത്തിച്ചിരുന്നത്. അതേ സമയത്ത് 192 കിലോമീറ്റർ കൊണ്ട് എന്താവും? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറും. ചെങ്കടലിൽ നിന്ന്, അതായത് മെഡിറ്ററേനിയൻ നിന്ന് കയറിയാൽ 192 കിലോമീറ്റർ കിടക്കും. 192 കിലോമീറ്ററാണ് എന്ത്? സൂയസ് കനാൽ. സൂയസ് കനാലിന് വേണ്ടി ആദ്യം സൂയസ് കനാൽ ഉണ്ടാക്കണമെന്ന് ആദ്യം ആലോചിക്കുന്നത് അലക്സാണ്ടർ. അങ്ങനത്തെ സംവിധാനം ഉണ്ടായാൽ വലിയ മാറ്റം ഉണ്ടാവും എന്ന് ആദ്യമായി അലക്സാണ്ടറുടെ കാലം എന്ന് പറഞ്ഞാൽ BC 4-ാം നൂറ്റാണ്ട്. പിന്നെ ടോളമി. അലക്സാണ്ടർക്ക് ശേഷം അലക്സാണ്ട്രിയയിൽ ഒരു ഭരണം കൊണ്ടുവന്നതാണ്. അലക്സാണ്ടർ 32 അല്ലെങ്കിൽ 33-ാമത്തെ വയസ്സിൽ, 33 ആയിട്ടില്ല, 32-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ 4-ാം നൂറ്റാണ്ട് BC 323 മരിച്ചു. അലക്സാണ്ടർക്ക് 4 സൈന്യാധിപന്മാരുണ്ടായിരുന്നു. സാമ്രാജ്യങ്ങൾ മുഴുവൻ അവർ പങ്കിട്ടെടുത്തു. അതിൽ ഈജിപ്ത് അലക്സാണ്ട്രിയ കേന്ദ്രമായി ഭരിച്ചത് ടോളമിയാണ് അതിന് പിന്നീട് ആലോചിക്കുന്നത്. പക്ഷെ ടോളമി കഴിഞ്ഞില്ല. പിന്നെ എല്ലാ കാലഘട്ടത്തിലും ആലോചിച്ചിട്ടുണ്ട് സൂയസ് കനാൽ വെട്ടാൻ, പക്ഷേ കഴിഞ്ഞില്ല. സൂയസ് കനാൽ വെട്ടാനുള്ള സൗകര്യം ചെയ്യുന്നത് മുഹമ്മദ് അലി പാഷയാണ്. അപ്പോഴത്തേന് മുഹമ്മദ് അലി പാഷ മരിച്ചു. മുഹമ്മദ് അലി പാഷയുടെ മകൻ ഇസ്മായിൽ പാഷയാണ് ആ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ അപ്പോഴത്തേന് എക്കണോമി തകർന്നു ഈജിപ്തിൻ്റെ. പിന്നെ ഈജിപ്ത് അത് വിറ്റ് ലീസിന് കൊടുത്തു. തുച്ഛ വരുമാനം, ദിവസം 2-3 കോടി ഡോളർ വിട്ടെന്ന് വാങ്ങും. മനസ്സിലാവേണ്ട പറഞ്ഞത്. പിന്നീട് ഏകപക്ഷീയമായി 99 കൊല്ലത്തിന് ലീസിന് കൊടുത്തത്. അപ്പോൾ അവസാനിക്കുക 1971 അവസാനിക്കേണ്ടത്. പക്ഷേ ജമാൽ അബ്ദുൽ നാസർ 1952 തിരിച്ചു പിടിച്ചു ഏകപക്ഷീയമായി. അന്ന് അറബ് നാഷണൽ വാദം അതിൽ കവിഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല അത് ഭയങ്കര ശക്തിയായിരുന്നു അക്കാലത്ത്. അതായത് ഈജിപ്ത്, സിറിയ, ലെബനാന് ഒക്കെ അടക്കമുള്ള ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിശക്തമായൊരു ബെൽറ്റാണ് അവരുടെ നേതാവായിരുന്നു ജമാൽ അബ്ദുൽ നാസർ. ജമാൽ അബ്ദുൽ നാസർ 1952 ഏകപക്ഷീയമായി തിരിച്ചു പിടിച്ചപ്പോൾ സൂയസ് കനാൽ ബ്രിട്ടന് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഒന്നിച്ച് എന്ത് ചെയ്തു? ഈജിപ്തിനോട് യുദ്ധത്തിന് വന്നു. അപ്പോൾ സോഷ്യലിസ്റ്റാണ് ആര്? ജമാൽ അബ്ദുൽ നാസർ. സോഷ്യലിസ്റ്റായ ജമാൽ അബ്ദുൽ നാസറിനെ സഹായിക്കാൻ റഷ്യ തയ്യാറായി. റഷ്യയോട് കൂടെ നിന്നു ആര്? സോഷ്യലിസ്റ്റായ നെഹ്റു. അതുകൊണ്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈജിപ്ഷ്യർക്ക് ഏത് കാലത്തും ഇന്ത്യക്കാരോടൊരു സിമ്പതിയാണ്. അതായത് അമേരിക്കയും ബ്രിട്ടനും അവരെ വിഴുങ്ങും എന്ന് വന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കപ്പലയച്ചു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സൈന്യത്തെ തുരത്താൻ വേണ്ടി ഒരു ഭാഗത്ത് റഷ്യയും ഒരു ഭാഗത്ത് ഇന്ത്യയും വന്നു. അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയും ബ്രിട്ടനും തിരിച്ചുപോയി. പിന്നെ ആ പക വെട്ടുന്നത് 1967 1967 ഇസ്രായേൽ നേരെ കയറി വന്നു. ഇസ്രായേൽ 1967 സൂയസ് കനാൽ പിടിച്ചു. അങ്ങനെ ഉണ്ടായത്. പിന്നെ അൻവർ സദാത്തിൻ്റെ കാലത്ത് 1983 ഉള്ള യുദ്ധത്തിൽ തിരിച്ചു പിടിച്ചു. മനസ്സിലായോ? അതാണ് ചിത്രം. ഇപ്പൊ ഈജിപ്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം അതാണ്. എന്ത്? സൂയസ് കനാലാണ്. പക്ഷെ പിടിപ്പെട്ട ഭരണാധികാരികളാണെന്നുകൊണ്ട് ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്ത്. ഭയങ്കര വരുമാനം. സൂയസ് കനാൽ വലിയ വരുമാനം. ഒരു ദിവസം $3 കോടി ഒക്കെ ദിവസം വരുമാനം. $3 കോടി ദിവസം വരുമാനം. പിന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി നാച്ചുറൽ ഗ്യാസ് കിട്ടുന്ന രാജ്യം ഈജിപ്താണ്. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ മാത്രമായ ഒരു മരുഭൂമിയുണ്ട്. സഹാറ മറ്റു പല രാജ്യങ്ങളുടെ കയ്യിലാണ്. ഇവരുടെ കയ്യിൽ വേറൊരാൾക്ക് അവകാശമില്ല. സഹാറ ഈജിപ്തിൻ്റെ നടുവിലാണ്. സഹാറ അല്ല, ഏത്? സിനായി. സഹാറ മറ്റു പലരുടെയും കയ്യിലാണ്. സഹാറയിലും പങ്കാളിത്തണ്ട് ആർക്ക്? ഒരു മരുഭൂമിയുടെ
മരുഭൂമിയുടെ പ്രധാനപ്പെട്ട വരുമാനം നാച്ചുറൽ ഗ്യാസാണ്. ഈജിപ്തിലെ ഏറ്റവും വില കുറഞ്ഞ സാധനം ഗ്യാസാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വില കൂടിയ സാധനം ഗ്യാസാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഗ്യാസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യമാണ് എന്ത്? ഈജിപ്ത്. അതും പെട്രോളിയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പെട്രോളിയത്തിന് 3 ലെയറാണ് ഉണ്ടാവുക. ഒന്ന്, ഏറ്റവും മുകളിലെ ലെയറിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ടാവും, അതിന് താഴെ പെട്രോളിയം, അതിന് താഴെ ഫോസിൽ വാട്ടർ. മനസ്സിലായില്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഈ ഫോസിൽ വാട്ടർ മരുഭൂമി ഉപയോഗിക്കും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളം യഥേഷ്ടം കിട്ടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഒരു കാലത്ത് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറ, ഒരു തുള്ളി വെള്ളമില്ലാത്ത നാടാണ് ഇത് മക്ക. ഇന്ന് ഡാമുണ്ട് മക്കയിൽ. എന്തുകൊണ്ട്? ഫോസിൽ വാട്ടർ. അതായത് ഫോസിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കായ വർഷങ്ങളായി ഭൂമിക്കടിയിൽ മഴവെള്ളമല്ല, അത് ഭൂമിയുടെ ഉള്ളിലുള്ള വെള്ളം. അതാണ് ഫോസിൽ വാട്ടർ. ലക്ഷക്കണക്കായ കോടിക്കണക്കായ വർഷങ്ങളായി ഭൂമിക്കടിയിൽ ഉറഞ്ഞു കിടക്കുന്ന വെള്ളം. അത് അതിൻ്റെ പുറത്ത് വന്നാൽ അളവ് കൂടും. മനസ്സിലായില്ല? അതായത് ഉള്ളിൽ നിന്നെടുത്ത 1 ലിറ്റർ വാട്ടർ പുറത്ത് വരുമ്പോൾ 1.5 ലിറ്റർ ആവും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ല നിങ്ങൾക്ക്? ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാമുകൾ പണിയുന്ന രാജ്യം സൗദി അറേബ്യ. ഇന്ന് 2030 ആകുമ്പോഴത്തേന് 1000 ഡാമുകൾ പണിയുമെന്നാണ് അവരുടെ തീരുമാനം. 1000 ഡാം പണിയും 2030. ഡാമിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാമുകൾ വരുന്നത് 1900-ന് ശേഷമാണ്. എന്നാൽ 1970-കൾക്ക് ശേഷം ഡാമുകൾ കുറഞ്ഞു ലോകത്ത്. എന്തുകൊണ്ട്? ജലത്തിൻ്റെ ക്ഷാമം. ഇന്ന് ലോകത്ത് ഡാം നിർമ്മാണങ്ങൾ നടക്കുന്നില്ല. കാരണം വെള്ളമില്ല. യഥേഷ്ടം ഒഴുകിയിരുന്ന നദികളിലെ വെള്ളം ഇല്ലാതായി. ആമസോണിൽ വരെ വെള്ളം കുറഞ്ഞു, നീൽ നദിയിൽ വെള്ളം കുറഞ്ഞു, എല്ലായിടത്തും വെള്ളം കുറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുകൊണ്ട് ലോകത്ത് ഇന്ന് എന്തില്ല? ഉപരിതല വാട്ടർ കുറഞ്ഞു. അതേസമയത്ത് ഫോസിൽ വാട്ടർ ലഭ്യമായി. എന്തുകൊണ്ട്? എപ്പോഴാണ് ഫോസിൽ വാട്ടർ കിട്ടുക? ഈ 2 ലെയറും ശൂന്യമായാൽ പെട്ടെന്ന് പുറത്ത് കിട്ടുന്ന സാധനമാണിത്. 3 ലെയറായിട്ടാണ് മരുഭൂമിയിൽ സാധനം കിടക്കുക. മുകളിൽ നാച്ചുറൽ ഗ്യാസ്, പിന്നെ അതിനടിയിൽ പെട്രോളിയം, അതിനടിയിൽ ഫോസിൽ വാട്ടർ. ഇത് രണ്ടും എടുക്കുന്നതോടുകൂടി യഥേഷ്ടം കിട്ടുന്ന സാധനമാണ് എന്ത്? ഫോസിൽ വാട്ടർ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? 2030 ആകുമ്പോഴത്തേന് 1000 ഡാം തുറക്കുന്നത്. 2070-ന് ശേഷം ലോകത്തിൽ ഡാം നിർമ്മാണമില്ല. ഡാം നിർമ്മാണം 900-ന് ശേഷം കയറി വന്നു. 970-ന് ശേഷം കുറഞ്ഞു വന്നു. ഇന്ന് ലോകത്തിൽ ഡാം നിർമ്മാണമില്ല. എന്തുകൊണ്ട്? ഉപരിതല വാട്ടർ കുറവ്. അതേസമയത്ത് അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഡാം ഉണ്ടാക്കിയ കാലത്ത് സൗദി അറേബ്യയിൽ ഒരു ഡാം പോലും ഇല്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ അനവധി ഡാമുകൾ. 2030 ആകുമ്പോഴത്തേന് അവർ എന്ത് ചെയ്യും? ലോകത്തെ കൃഷി കുറഞ്ഞു, സൗദി അറേബ്യയിൽ കൃഷി കൂടി. നെല്ല്, ചോളം എല്ലാം കൂടി. എല്ലാം സൗദി അറേബ്യയിൽ ലോകത്തെ ഏറ്റവും കാർഷിക രാജ്യമായി മാറാണ്. എന്ത്? സൗദി അറേബ്യ ലോകത്തെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായി തീരാൻ പോവാണ് അടുത്ത്. മനസ്സിലാണ്ട്? അത് സത്യാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട്? മരുഭൂമി അവർ കെട്ടിയിട്ട് എന്ത് ചെയ്യും? നെല്ല്, ഗോതമ്പ്, ചോളം എല്ലാം കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കൃഷി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നേരെ ഈ ഫോസിൽ വാട്ടറിനോട് ഡയറക്റ്റ് ബന്ധമുള്ള എന്ത് ചെയ്യും? മോട്ടോർ ഘടിപ്പിക്കും അടിയിൽ. അതായത് സദാസമയം അവിടെ എന്തുണ്ടാവും? മനസ്സിലാണല്ലോ നിങ്ങൾക്ക്? വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും യഥേഷ്ടം. അപ്പൊ ഹബീബായി നബി പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ലാ തഖൂമു സഅ ഹത്താ യഖൂമ ഹത്താ തസീറ സഹബ ഔ കമാ ഖാൽ ഔ ജസീറത്തുൽ അറബി മുറൂജൻ വഹന്നഹാറ. ഈ അറേബ്യൻ മരുഭൂമികൾ പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും പൂന്തോപ്പുകളുമാകാതെ ലോകാവസാനം സംഭവിക്കുകയില്ല. എങ്ങനെയുണ്ട് നോക്കി? നിങ്ങൾ കാര്യം ഒന്ന് വ്യത്യാസം. പക്ഷെ കാര്യം സംഭവിക്കും. എന്താ സംഭവിക്കുക? ഒരു കാര്യം സംഭവിക്കും. എന്ത്? ലോകത്തെ ഏറ്റവും വലിയ ഭൂമി കുലുക്കുണ്ടാവും. എവിടെ ഉണ്ടാകുക? അറേബ്യയിൽ. എഴുതിച്ചു. അതടുത്ത് സംഭവിക്കും. മാനവ ചരിത്രം ഇന്ന് വരെ കണ്ടതിലെ ഏറ്റവും വലിയ ഭൂമി കുലുക്കം പശ്ചിമേഷ്യയിലാണ് സംഭവിക്കാൻ പോകുന്നത്.
മാനവകുലത്ത് കണ്ട ഏറ്റവും വലിയ ഭൂമി കുലുക്കം അവിടെ ഉണ്ടാവും. അതിനെ തടഞ്ഞു നിർത്താൻ ഒന്നിനും കഴിയില്ല. അത്രയും വലിയ ഭൂമി കുലുക്കം അറബ് നാട്ടിലുണ്ടാവും. മാനവ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂമി കുലുക്കം അറേബ്യയിലായിരിക്കും. അതടുത്ത് സംഭവിക്കുകയും ചെയ്യും. അതിൽ ലക്ഷക്കണക്കായ ആളുകൾ മരിച്ചു, കോടിക്കണക്കിനെന്ന് പറയാൻ എനിക്ക് ബോധി. അത്രയും ജനങ്ങൾ മരിച്ചു. അത് ഒരു ഭൂമി കുലുക്കത്തിൻ്റെ മാലപ്പടക്കം പോലെ ആയിരിക്കും. ഒരു ഭൂമി കുലുക്കം മാത്രമൊന്നും ആവില്ല. അതൊക്കെ സംഭവിച്ചേ തീരും, ഉറപ്പായിട്ട് സംഭവിക്കും. അതൊക്കെ സംഭവിക്കേണ്ടത് 21-ാം നൂറ്റാണ്ടിലാണ്. അതാണ് എൻ്റെ വിഷയം. എല്ലാത്തിനും ഉണ്ടാവുമല്ലോ എന്ത് ഒരു ആക്ഷനും റിയാക്ഷൻ ഉണ്ടാവും. ഇത് അങ്ങനെ തന്നെ പറയും മക്കളെ, അല്ലേ? ഒരു ആക്ഷൻ എന്തുണ്ടാവും, ഒരു റിയാക്ഷൻ ഉണ്ടാവും, ഉറപ്പല്ലേ? സംഭവിച്ചിരിക്കും. ഞാനത് പറയാൻ കാരണം അതാണ്. അതായത് നാച്ചുറൽ ഗ്യാസ് എന്തിനെ പെട്രോളിയത്തിൻ്റെ ഒരു ഭാഗമാണ്. പെട്രോളിയം ഉള്ളത് കൊണ്ട് അടിയിൽ കിടക്കുന്ന സാധനം, അടിയിൽ കിടന്ന് പുറത്ത് വരാതെ കിടക്കുന്ന സാധനമാണ് ഫോസിൽ വാട്ടർ. അതിന്ന് മനുഷ്യ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ എന്താവും? മഴയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ കൃഷിയില്ലാതാവും. അതേസമയത്ത് ഫോസിൽ വാട്ടറിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിലോ കൃഷി കൂടും. അപ്പോൾ മരുഭൂമി പൂന്തോപ്പാവും, പൂന്തോപ്പ് മരുഭൂമിയാവും, പൂന്തോപ്പ് മരുഭൂമിയാവും, മരുഭൂമി പൂന്തോപ്പാവും. لا تقوم الساعة حتى تقوم حتى تصير جزيرة العرب أو كما قال مروجا وأنهارا. പുഴകൾ, അൻഹാറൻ. ഈ നാടുകളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കനാൽ വെള്ളം നടക്കുന്ന രാജ്യങ്ങളെന്നാണ് സൗദി അറേബ്യ. കനാൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി കനാൽ, വലിയ കനാലുകൾ. സദാസമയം കനാലിൽ വെള്ളം, നമ്മളെ നാട്ടിൽ കനാൽ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല. സദാസമയം കനാൽ വെള്ളം അങ്ങനെ ചാലിട്ടൊഴുകും. വലിയ വലിയ കനാലുകൾ. അതിൻ്റെയൊക്കെ പരിസരത്ത് 10,000-കണക്കിന് ഹെക്ടർ ഭൂമി കൃഷിയിൽ. മനസ്സിലായില്ലേ? ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ റസൂൽ പറഞ്ഞിടത്ത് തിരിച്ചെത്തി. ഇന്നത് ഒരു 50 കൊല്ലോ മറ്റോ മുമ്പ് ഹബീബ റസൂലുള്ള ഇത് പറയുന്നത് AD 7-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുമ്പ് വരെയും ഈ ഹദീത്ത് ഒരാളോട് പറഞ്ഞാൽ അതൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞുകൊണ്ട് നടക്കുമായിരിക്കും. എങ്ങനെ ഇപ്പോൾ കണക്കാന്ന് നമുക്കറിയില്ല എന്നാ പറയാം. ഇപ്പോഴോ, ഇപ്പൊ ഏതൊരു മുസ്ലിം അല്ലാത്ത ആളും പറയും ലോകത്തെ ഏറ്റവും കൂടുതൽ കൃഷി അധികരിക്കുന്ന രാജ്യം സൗദി അറേബ്യ, ലോകത്തെ ഏറ്റവും കൂടുതൽ പൂന്തോട്ടങ്ങൾ അവിടെയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തസീറ ജസീറത്തുൽ അറബി മുറൂജൻ വ അൻഹാറാ, പൂന്തോട്ടങ്ങളും അൻഹാറൻ നദികളും. നെഹ്ർ നദി, അൻഹാർ നദികൾ, ഒഴുകുന്ന നദികൾ. അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും വലിയ വലിയ പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും നദികളും ചാലിട്ടൊഴുകുന്ന ഒരു കാലം വരാതെ ലോകാവസാനം സംഭവിക്കും. അതിപ്പോ സംഭവിച്ചു. അപ്പൊ ഇനി ലോകാവസാനത്തിന് തടസ്സമില്ല. ഒരു 50 കൊല്ലം മുമ്പ് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാളോട് ഖിയാമത്ത് നാളായി പറഞ്ഞ അയാൾ എന്താ പറയാ? ആയിട്ടില്ല. എന്തുകൊണ്ട്? പറ. ഇവിടെയൊക്കെ തോട്ടങ്ങൾ വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ. റസൂൽ എന്ന് പറഞ്ഞ തോന്നിയത് പറയാത്ത ആളല്ലേ ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. വഹീ മാത്രം സംസാരിച്ച ആളല്ലേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 50 കൊല്ലം മുമ്പ് ഒരു ഒട്ടപ്പുറത്തോ കാറിലോ മറ്റോ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരാളോട് ലോകാവസാനമായി എന്ന് പറഞ്ഞാൽ അയാൾ പറയും ലോകാവസാനം ആയിട്ടില്ല. എന്തുകൊണ്ട്? ലോകാവസാനം ആകണമെങ്കിൽ അറേബ്യൻ മരുഭൂമി എന്താകണം? പൂന്തോട്ടങ്ങളായി മാറും. ഇന്ന് പൂന്തോട്ടങ്ങളായി മാറി. ലോകത്തെ ഏറ്റവും കൂടുതൽ കരുത്തുള്ള ഡെൻസിറ്റിയുള്ള ഫോസിൽ വാട്ടർ ഇന്നുള്ളത് ജസീറത്തുൽ അറബിലാണ്. ഇഷ്ടം പോലെ ഡാം നിറക്കണമെങ്കിൽ ഡാം ഉണ്ടായിട്ടില്ല. നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഒരു ഡാം നിർമ്മാണം ഇന്ത്യയിൽ കേട്ടിട്ടുണ്ടോ? അടുത്തെന്നെങ്കിലും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ലാസ്റ്റാ, പിന്നെ ഡാമില്ല. 970 ശേഷം ഡാമിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു. 1900 മുതൽ ഡാം കയറി. യൂറോപ്പിലെ മഞ്ഞ് മൂടുന്ന നാടാണ് യൂറോപ്പ്. ആ യൂറോപ്പിലെ നദികൾ മുഴുവനും വെള്ളം കുറഞ്ഞു. മനസ്സിലായില്ലേ? വോൾഗ, അങ്ങനെ
കുറേ നദികൾ, പ്രധാനപ്പെട്ട നദികളെല്ലാം വെള്ളം കുറഞ്ഞു. ഓക്കെ, അതേസമയത്ത് മരുഭൂമി കൂടി. അപ്പം ഇതിൻ്റെയൊക്കെ സമയമായി എന്നർത്ഥം. എന്ത് പറയണ ഞാനിത് പറഞ്ഞ് നിങ്ങൾക്കറിയില്ല. ഏതായാലും ഇത് പറയാൻ മതി. ഈജിപ്തിനെ പറ്റി പറഞ്ഞോളാം. അവരുടെ പെട്രോളിയം പല നാട്ടിൽ പല കോലത്തിലാണ് മുളക്കുക. മറ്റവർക്ക് പെട്രോളിയമായി കിട്ടും, ഇവർക്ക് ഗ്യാസായി കിട്ടും. ലോകത്തെ ഏറ്റവും 5% ഭൂമിയിൽ മാത്രമാണ് കൃഷി. ആ കൃഷി ഭൂമിയെ മുഴുവൻ തീറ്റിപ്പൊറ്റ മാത്രം ഉണ്ടാവും. അതാണ് ഈജിപ്ത്. ഈജിപ്തിൻ്റെ 95% മരുഭൂമിയാണ്. മനസ്സിലായില്ല? ചിന്തിക്കണം. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാ? സീനായി പൂർണ്ണമായും എന്തിലാണ്? ഈജിപ്തിലാണ്. സഹാറയും ഈജിപ്തിൽ തുടങ്ങുന്നത്. മനസ്സിലായില്ല? ഈജിപ്തിൽ ഒരു ഭാഗത്ത് അഖബയിൽ നിന്ന് കയറിയാൽ ഇവിടെ എന്താ പറയുക, കെയ്റോ തുടങ്ങുന്നത് വരെയും മരുഭൂമിയാണ്. സിനായി 70,000 ചതുരശ്ര കിലോമീറ്റർ മരുഭൂമി ഒരു ഭാഗത്ത് സഹാറ. ജീസ മുതൽ കൈറോവിൽ നിന്ന് നേരെ നമ്മൾ 90 കിലോമീറ്റർ വന്നാൽ ജീസയിലെത്തും. ജീസ മുതൽ തുടങ്ങുക ഏതുവരെ? ത്വഞ്ച വരെ. ത്വഞ്ച എന്നാൽ ജിബ്രാൾട്ടറിന് നേരെ അഭിമുഖമായി നിൽക്കുന്നതാണ് ത്വഞ്ച. മൊറോക്കോ അവസാനിക്കുക. അതുവരെയും സഹാറ എവിടുന്ന തുടങ്ങുന്നത്? ഈജിപ്തിൽ നിന്ന്. അപ്പോൾ ഒരു രാജ്യത്ത് 2 മരുഭൂമിയാണ്. ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമിയും ഈജിപ്തിലാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഈജിപ്തിലാണ്. അപ്പോൾ ഈജിപ്ത് 95% കൃഷിക്ക് പറ്റാത്ത ഭൂമിയാണ്. ആകെ കൃഷിക്ക് പറ്റുക 5% ഭൂമിയാണ് ആകെ. പക്ഷെ ആ 5% ഭൂമിയിൽ മറ്റേത് രാജ്യങ്ങളിലെയും 20%-ത്തേക്കാൾ കൂടുതൽ, 20 ഇരട്ടി വിളവ് കൂടുതലാണ്. കാരണം 10 ലക്ഷം കോടി വളക്കൂറുള്ള മണ്ണാണ് എത്യോപ്യയിൽ നിന്നും സുഡാനിൽ നിന്നുമായി എന്ത് ചെയ്യുക? നൈൽ നദി വർഷത്തിൽ ഈജിപ്തിലെത്തിക്കുക. ഈജിപ്തിലേക്ക് വളത്തിൻ്റെ ആവശ്യമില്ല, തിരിഞ്ഞിട്ടില്ല. 2 രാജ്യങ്ങളിൽ നിന്നാണ് നൈൽ നദി തുടങ്ങുന്നത്. 1 എത്യോപ്യയിലെ മഞ്ഞുമലയിൽ നിന്ന്, 2 ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്ന്. പിന്നെ 6000 ചില്ലാനം കിലോമീറ്റർ ഒഴുകിയിട്ട് അത് നേരെ സുഡാനിൽ നിന്ന് ഈജിപ്തിലേക്ക് കയറും. മനസ്സിലായില്ല? എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നും ആരംഭിക്കുന്ന നൈൽ നദി നേരെ എത്യോപ്യയും ടാൻസാനിയയും ആഫ്രിക്കൻ രാജ്യങ്ങളും കടന്ന് വെള്ള നൈലും പിന്നെ നീല നൈലുമായി കയറി ഒന്നിക്കും. എവിടെ വെച്ച്? ഖർത്തൂമിൽ വെച്ച്. ഖർത്തൂം എന്നാൽ ക്യാപിറ്റൽ ഓഫ് സുഡാൻ. എന്നിട്ട് അത് നേരെ എങ്ങോട്ട് കയറും? ഈജിപ്തിലേക്ക് കയറും. ഈജിപ്തിൽ 1450 കിലോമീറ്റർ ഈജിപ്തിൽ. അപ്പോഴത്തിന് ഈ രാജ്യങ്ങളിലെ ഈ വെള്ളം നേരെ എന്ത് കൊണ്ടുവരും? മനസ്സിലായില്ല? ചില സീസണിലും വെള്ളം വരും. അപ്പൊ എന്താകും? ആ പരിസരത്തെ മുഴുവനും ഊറൽ മണ്ണ് ഇതിലും കയറും. 10 ലക്ഷം കോടി വളക്കൂറുള്ള മേൽമണ്ണിനെ കൊണ്ടുവരും നൈൽ നദി. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. വർഷാവർഷം, ഇയർലി. അതുകൊണ്ട് ഈ നദിയുടെ കരയിലാണ് എന്ത്? കൃഷിയുള്ളത്. ഈജിപ്തിൽ ആകെ ഒരു നദിയേ ഉള്ളൂ. ഈജിപ്തിൽ ആകെയുള്ളത് ഒരു നദിയാണ്. കേരളത്തിൽ 44 നദിയാണ്. അരക്കായി കൊച്ചൂട. ഈ കേരളത്തിൽ 44 നദികളുണ്ട്. ഈജിപ്തിൽ ഒറ്റ നദിയേ ഉള്ളൂ. എന്നാൽ ലോകത്തിന് മുഴുവൻ തീറ്റിപ്പുറ്റാതെ ഭക്ഷണം അവിടെ കിട്ടും. നൈൽ നദി. ആ നൈൽ നദി തന്നെയാണ് അവരെ ഭക്ഷണം എല്ലാം. നൈൽ നദിയാണ് ആകെ ജലസ്രോതസ്. നൈൽ നദിയാണ്. നൈൽ നദിയുടെ 2 കരയിലാണ് കൃഷിയുള്ളത്. ആകെ ഫലഭൂയിഷ്ടമായ മണ്ണ് എന്ന് പറഞ്ഞാൽ നൈൽ നദിയുടെ തടാണ്. അതാണ് 5%. മനസ്സിലായില്ലേ? പറഞ്ഞത് ചിന്തിക്കുക. അത് മതി. രാജ്യത്തെ 5% മാത്രമാണ് ധനാഢ്യരുള്ളത്. 95% സാധാരണക്കാരാണ്. 5% ഭൂമി കൈവശം വെച്ചത് ഈ 5% ആളുകളാണ്. സാധാരണക്കാർക്ക് ഭൂമിയില്ല. മനസ്സിലായില്ല? ധനാഢ്യന്മാർ, വലിയ വലിയ ധനാഢ്യന്മാരാണ് ഈ 5% കൃഷിഭൂമി കൈവശം. അത് നമ്മ ഒരു സംഭവം. മനസ്സിലായില്ല? ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഒരു നാടന്നെ. അകൽ നദിയേ ഉള്ളൂ. അത് അത്രയും പലപ്പോഴും ഇഷ്ടമാണ്. അല്ലാഹു തആല എല്ലാ നിഅമത്തും കൊടുത്തൊരു നാടാണത്.
മുഹമ്മദ് അലി പാഷയെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് വന്നു പോയതാണ് ഈ പറഞ്ഞ വാക്കുകളൊക്കെ. ഭരണാധികാരികൾ ഒരു രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നേരായ വണ്ണം നയിക്കാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് യാതൊരു പ്രശ്നമില്ല. ഒരു രാജ്യത്ത് വേണ്ട വിഭവങ്ങളെല്ലാം ആ രാജ്യത്ത് ഇലാഹ് തന്നെ കൊടുക്കും. ഒരു സിവിലൈസേഷൻ അഡ്വാൻസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സിവിലൈസേഷനുള്ള ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും.